പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ റീബ ഡെൻസന്റെ ഒരു സാക്ഷ്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ട്യൂമർ വീണ്ടും വരും. വീണ്ടും വരുന്നതോടുകൂടി അവർ പറയണത് ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പാക്കിയതാണ്. അതാണ് വിഷയം. സെക്കൻഡ് വരുമ്പോൾ ആദ്യം അവർക്ക് പ്രശ്നമില്ലായിരുന്നു എന്നല്ല അവർ പറയണത്. ആദ്യം അവർക്ക് പ്രശ്നമില്ലായിരുന്നു, എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. കാര്യം എന്താണ്? അത് ഓപ്പറേഷനാണ്, അത് കഴിയുമ്പോൾ ഹീലാകുമ്പോൾ മാറിക്കൊള്ളും, തീർന്നു, വീണ്ടും ജോലിക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവളുടെ കപ്പാസിറ്റി പോയി. എന്താ പറയണത്? ആ സാധനം വീണ്ടും തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് എന്താ ഫസ്റ്റ് അറ്റാക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ പ്രാർത്ഥന നിർത്തി. ദാറ്റ് മീൻസ് ഇവരുടെ ദൈവത്തെക്കാൾ വലുതായി ഇവരുടെ വിഷയം. ബ്ലീഡില്ലേ? ദാറ്റ് മീൻസ് വിഷയത്തെക്കാൾ ചെറുതായിപ്പോയി ദൈവം. ഇങ്ങനെ സംഭവിക്കും. നമ്മുടെ വിഷയത്തെക്കാളും നിൻ്റെ വിഷയത്തെക്കാളും നിൻ്റെ ദൈവം ചെറുതാകാനുള്ള സാധ്യത ഉണ്ട്. അധ്യാത്മ ജീവിതത്തിലെ ഒരു അപകടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകടത്തേക്കാൾ വലിയൊരു കാര്യമാണത്. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവം ഇങ്ങനെ വലുതായി നിൽക്കുന്നത്? നമ്മുടെ വിഷയത്തെക്കാൾ ദൈവം ഇതുവരെ നമ്മളെ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ നമ്മൾ തോറ്റിട്ടില്ല. ഇതിപ്പോൾ റീബ ഒരു തോൽവിയുടെ രൂപയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവരെന്താ ചെയ്തിരിക്കണം? പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്ത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, നിങ്ങൾ ഏതെങ്കിലും കാലത്ത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാലത്ത് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? മടി പിടിച്ച് സ്റ്റോപ്പ് ചെയ്യും, വെള്ളം അടിക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും, അങ്ങനെയല്ല. നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയായി പോയല്ലോ. ഭർത്താവിന് മദ്യപാനമാകാം, അല്ലെങ്കിൽ ഭർത്താവ് വേറെ എന്തെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള ബന്ധമാകാം. നീ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തൊരു വിഷയമായത് നടക്കാതെ വരുമ്പോൾ നീ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓർക്കുക ദൈവവേദലെ, നിൻ്റെ ദൈവം നിൻ്റെ വിഷയത്തെക്കാൾ ചെറുതാണ്. ആൻഡ് യുവർ ലോഡ് ഈസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ചെറിയ ദൈവം. ഈ ചെറിയ ദൈവത്തിനെയും കൊണ്ടാണ് നീ നടക്കുന്നത്. ദാറ്റ് ഇസ് വൈ യു ആർ നോട്ട് ഗ്രോയിങ് സ്പിരിച്വലി. അതുകൊണ്ടാണ് നീ ദൈവത്താൽ വളരാത്തത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾക്ക് അപ്പുറത്ത് നിന്നിൽ ലക്ഷ്യം വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ കരുണയിൽ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുക കൃപയരുക അളവന്നെ പകർന്നിടുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ വരുന്നത് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റ് നമ്മൾ കൺഫ്രണ്ട് ചെയ്യുകയാണ്, അഭിമുഖീകരിക്കുക. അതായത് നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മുടെ വിഷയത്തെക്കാൾ ചെറിയ ഒരു ദൈവത്തെയാണ്. ദാറ്റ് മീൻസ് യു ആർ എൻഗൾഫ്ഡ് ബൈ ദ പ്രോബ്ലം. അതെന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ വിഷയത്തെ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു, അതാണ് സംഭവം.
പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള തിഷ്ഠതയാണ് നമ്മൾ വിഴുങ്ങപ്പെടേണ്ടതെന്നുള്ളത് ഈശോയുടെ ദേവാലയ ശുദ്ധീകരണത്തിൽ ഈശോ വെളിപ്പെടുത്തിയ ഒരു നയമാണത്. ഇഫ് യു ആർ നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ നമ്മൾ ഡിവോഴ്സ് ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാലാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, വിഷയത്തെക്കാൾ ഉപരി ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ഈശോയെ പോലെ വിഴുങ്ങപ്പെടാൻ എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കൃപയരുക അളവന്നെ പകർന്നിടുക ഈ ഭൂമിയിലെൻ യാത്രയതിൽ ദൈവകൃപയരുക ഈ ഭൂമിയിലെൻ യാത്രയതിൽ പരമദിവ്യകാരുണ്യത്തിന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാധാരണ യോഗ്യത, നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന നമ്മുടെ യോഗ്യതകൾ, പൊന്ന്, പണം, FD, ആരോഗ്യം, ഇതെല്ലാം നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന സാധാരണ യോഗ്യതകളാണ്. ഈ യോഗ്യതകൾ ബൈബിളിൻ്റെ ഒരു കാഴ്ചപ്പാട്, എന്നുവെച്ചാൽ കാഴ്ചപ്പാടെന്നല്ല, വെളിപാട്, ജ്ഞാനോപദേശം, ബൈബിളിൻ്റെ ഒരു ജ്ഞാനോപദേശം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ ആത്മവിശ്വാസം ഉണ്ടായാലും ഇപ്പോൾ നിലവിലുള്ള എല്ലാ ആത്മവിശ്വാസവും ചില സമയത്ത് ഡാമേജ് ആയി പോകും. നമ്മളിതിനെക്കുറിച്ചൊരു പ്രിക്കോഷൻ ഉണ്ടാകണം, നമുക്ക് ഒരു മുൻവിധി ഉണ്ടാകണം. എന്താണ് നിനക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ? കർത്താവിന് വരെ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. ഈശോയ്ക്ക് വരെ ആത്മവിശ്വാസം നൽകുന്ന കാര്യമുണ്ടായിരുന്നു. എന്താണ് ഈശോയ്ക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യം എന്ന് പറയണത്? നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി താന്താങ്ങളെ വഴിക്ക് പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ശ്രുതികട്ടെ ഹല്ലേലൂയ. ഈ ഭൂമിയിൽ യാത്രയതിൽ ദൈവകൃപയരുക ഈ ഭൂമിയിലെൻ യാത്രയതിൽ ദൈവകൃപയരുക. യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. അതാണ് പ്രശ്നം. ഈശോയ്ക്ക് പോലും ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഈശോയുടെ യോഗ്യത, മെറിറ്റ്. മനസ്സിലായില്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് നമ്മുടെ അടിസ്ഥാനം. ഈശോയ്ക്ക് ഉണ്ടായിരുന്നൊരു മെറിറ്റ് എന്താണ്? അത് 16:12. എന്താ മെറിറ്റ് ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്? നിങ്ങളെല്ലാവരും എന്നെ ഏകനായി വിട്ടുപോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല. ദാറ്റ് ഈസ് മെറിറ്റ്. ഈശോയുടെ യോഗ്യത അതാണ്. എന്താണ്? പിതാവ് എന്നോട് കൂടെയുണ്ട്. ഇതാണ് ഈശോയുടെ മെറിറ്റ്. ഈശോ ആണെങ്കിൽ പോലും ഇതാണ് മെറിറ്റെങ്കിലും ഈ മെറിറ്റ് ഡാമേജ് ആകാന്ന് കണ്ടിട്ടില്ലേ? എലോയ് ലമാ സബക്താനി എന്ന് പറയുന്നില്ലേ? ആ സമയത്താണ് കൃപ നിറയണത്. എൻ്റെ ദൈവമേ, Take the word of God. Sudhikada hallelujah. ഈ ഭൂമിയിൽ Sudhikada hallelujah. ഈ ഭൂമിയിലെൻ യാത്രയതിൽ ദൈവകൃപയരുക ഈ ഭൂമിയിലെൻ യാത്രയതിൽ ദൈവകൃപയരുക. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മർക്കോസ് 15:34. മർക്കോസ് 15:34. 9-ാം മണിക്കൂറായപ്പോൾ പറഞ്ഞ 9-ാം മണിക്കൂറായപ്പോൾ 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. എലോയ് എലോയ് ലാമാ സബക്താനി. എലോയ് എലോയ് ലാമാ സബക്താനി. അതായത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അതാണ് മെരിട്ട് എന്ന് പറയും. ഈശോയുടെ മെരിട്ട് അതായിരുന്നു. ആരാണ്? ദൈവമായിരുന്നു. ഈശോയുടെ മെരിട്ട്, നമ്മളുടെ മെരിട്ട് പറമ്പ്, വീട്, ജോലി, പൊന്ന്, പാർട്ടി, അങ്ങനെ കുറേ മെരിട്ടുണ്ട്. ആരോഗ്യമാണ്. ഈശോയുടെ മെരിട്ട് ദൈവമായിരുന്നു. ഈശോയുടെ മെരിട്ട് ദൈവമായിരുന്നിട്ട് പോലും മെരിട്ട് ലോസ് ചെയ്ത അവസാനം. അല്ലേ? ദിസ് ഇസ് ദ ടൈം ഓഫ് ടാപ്പിംഗ് ടൈം. ഇതാണ് സംഭവം. കൃപയുടെ സമയം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ കൃപയെക്കുറിച്ചാണ് സംസാരിക്കണം, അല്ലേ? കൃപയുടെ സമയം എന്ന് പറയുമ്പോൾ മെരിറ്റ് എവിടെ വെച്ച് ഡാമേജ് ആകണത്, അവിടെയാണ് കൃപ അപ്ലോഡ് ആകണത്. മെരിറ്റ് ഡാമേജിങ് ആൻഡ് കൃപ ഗ്രേസ് അപ്ലോഡിങ് സെയിം ടൈമാണ്. അതുകൊണ്ട് ഏതെങ്കിലും എൻ്റെ മക്കൾ ഏതെങ്കിലും സമയത്ത് മെരിറ്റ് ഡാമേജ് ആകുമ്പോൾ അയ്യോ എല്ലാം പോയി എന്ന് പറഞ്ഞ് കിടന്ന് കാറെടുത്ത് ദൈവത്തെ അറിയാത്തവരെ പോരെ. കാര്യം ഇവിടെ ഉള്ള എല്ലാ മെരിറ്റുകളും പോകാനുള്ളതാണ്. ഒന്നും വരാനുള്ളതിനേക്കാൾ ഉപരി പോകാനുള്ളതാണ്. അവർ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, ഈശോ പറഞ്ഞ വാക്കില്ലേ, അവൻ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നിത്യകൂടാരങ്ങളിൽ നിനക്ക് പ്രവേശനം ലഭിക്കേണ്ടതിന് നിന്റെ മെരിട്ട് വിറ്റ് ദാനം ചെയ്യുവിൻ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഭൂവിലെൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂവിലെൻ യാത്രയതിൽ ദൈവകൃപയരുൾക. ലൂക്ക 16:9. ലൂക്ക 16:9. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവേൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ സ്നേഹിതരെന്ന് പറഞ്ഞത് സംഭവം സഹപ്രവർത്തകരും സഹാക്കളും ആരായാലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവം എല്ലാം മെരിട്ടാണ്. മനസ്സിലായില്ലേ? മെരിറ്റിൻ്റെ പ്രശ്നം എന്താണ്? യേശുക്രിസ്തുവിനെ ദൈവം പോലും കൈപിടിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ മെരിട്ട്, ഈശോയുടെ മെരിട്ട് ദൈവപിതാവായിരുന്നു. നമ്മളുടെ മെരിറ്റ് ഫ്രണ്ട്സ് ആകും ചിലപ്പോൾ. മനസ്സിലായില്ലേ? നമ്മുടെ മെരിറ്റ് ഫ്രണ്ട്സ് ആകും, ബന്ധുക്കളാകും, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടന എന്തോ അതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത്? ചിലപ്പോൾ സമ്പത്തും ഉണ്ടാകും. സമ്പത്തും അത് സുഹൃത്തുക്കളും മെരിറ്റായിട്ട് വരും. ഈ സമ്പത്ത് സുഹൃത്തുക്കളും മെരിറ്റായിട്ട് വരുമ്പോൾ നിങ്ങളിപ്പോൾ വൈഫിനോടും പറയും എനിക്കെൻ്റെ കൂട്ടുകാരെ പിരിയാൻ പറ്റുമെന്നൊക്കെ പറയും. അത് ചുമ്മാ ഒരു വർത്തമാനം തൽക്കാലത്തേക്ക് പറയണതേ ഉള്ളൂ. പക്ഷേ ആരായാലും നിങ്ങൾ എങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ചാലും ഈ ലോകത്ത് നിന്ന് വെച്ച് നേടിയ എല്ലാ സാധനവും കുറച്ച് കഴിയുമ്പോൾ ലൂസായി പോകും, ലൂസായി പോകും. മെരിറ്റിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം അതാണ്. മെരിറ്റിൻ്റെ പക്ഷത്ത് ദൈവം വന്നിട്ട് പോലും നിന്നില്ലല്ലോ. മനസ്സിലായില്ലേ? മെരിറ്റിൻ്റെ പക്ഷത്ത്, യോഗ്യതയുടെ പക്ഷത്ത് ദൈവം ഈ കക്ഷിയായിട്ട് വന്നത് ദൈവമാണ്. യേശുക്രിസ്തു ഈശോയ്ക്ക് കക്ഷിയായിട്ട് വന്നത് ദൈവമാണ്. എന്നിട്ട് പോലും നിൽക്കുന്നില്ല, അത് പോകുകയാണ്. അതാണ് എപ്പോഴും മെരിറ്റിൻ്റെ ഒരു പ്രോബ്ലം. അതാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതുകൊണ്ടാണ് കൃപ നമ്മൾ ലക്ഷ്യം വെക്കണം. നമ്മൾ യോഗ്യതയാണ് എപ്പോഴും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും നമ്മൾ യോഗ്യതയാണ് ലക്ഷ്യം വെക്കണത്. അതായത് പക്ഷേ അൾട്ടിമേറ്റ് എയിം ഗ്രേസിൽ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സ്തുതിക്കട്ടെ മക്കളെ. യേശു സ്വസ്ഥം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 16:9 വായിച്ചേ. 16:9 വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവേൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും.
നിത്യകൂടാരങ്ങൾ സ്വീകരിക്കുന്നു പറഞ്ഞാൽ എവിടെ സ്വീകരിക്കുന്ന കാര്യമാണ് പറയണത്? അതായത് കൃപയുടെ ആർജവത്തിലേക്കും, അതായത് മെറിറ്റ് നിങ്ങളെ കൈവിടുമ്പോൾ കൃപയാൽ നിങ്ങൾ നിറയും എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു തത്സമമാണിത്. മനസ്സിലായല്ലേ? മെറിറ്റ് യോഗ്യത നിങ്ങളെ കൈവിടുമ്പോൾ, അവർ നിങ്ങളെ കൈവിടിയുമ്പോൾ, കൂട്ടുകാരാകാം, ബന്ധുക്കളാകാം, സ്വന്തപ്പെട്ടവരാകാം, സ്വത്താകാം, അവർ നിങ്ങളെ കൈവിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. നിത്യകൂടാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈശോനെ വന്ന് കാണാൻ പറഞ്ഞ ആൾക്കാരോട് ഈശോ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഗുരു അങ്ങ് എവിടെ താമസിക്കുന്നു? ഗുരു അങ്ങ് എവിടെ താമസിക്കുന്നു എന്ന് അപ്പോസ്തലന്മാർ ആദ്യമായിട്ട് അന്ത്രയോസും യോഹന്നാനും ചോദിച്ച്, ഇപ്പം ഗുരു അങ്ങ് എവിടെ താമസിക്കണമെന്ന് ചോദിച്ചപ്പോഴുടനെ ഈശോ എന്താ പറഞ്ഞത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 1:38. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു. യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അപ്പൊ യോഹന്നാനും അന്ത്രയോസും പോയി കണ്ടതിന് ശേഷം അവൻ എവിടെയാണ് വസിക്കണതെന്ന് കണ്ടിട്ട് പിന്നീട് എഴുതി. എന്താണ് എഴുതിയത്? അവൻ വസിക്കുന്ന ഇടത്തെക്കുറിച്ച് എഴുതി. യോഹന്നാൻ എഴുതി. യോഹന്നാൻ എഴുതി. ആ യോഹന്നാൻ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 1. ശ്രുതികട ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ശ്രുതികട ഹല്ലേലൂയ. ഈ ഭൂമിയിലെങ്ങും യാത്രയതിൽ ദൈവകൃപയരുൾക. ഈ ഭൂമിയിലെങ്ങും യാത്രയതിൽ ദൈവകൃപയരുൾക. 1 യോഹന്നാൻ 1:2. ആദിമുതൽ ഉണ്ടായിരുന്നതും ആദിമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. അപ്പൊ അവര് ചെന്ന് വന്ന് കാണാൻ പറഞ്ഞവർ കണ്ടിട്ട് എന്തൊക്കെയാണ് അവർ കണ്ടത്? അവർ കണ്ണുകൊണ്ട് കണ്ടു, ചെവി കൊണ്ട് കേട്ടു, കൈകൊണ്ട്. ഇതിനെക്കുറിച്ച് പിന്നീട് യോഹന്നാൻ എന്താണ് കണ്ടതെന്ന് പറയുന്നുണ്ട്. എന്താണ്? എല്ലാ അസ്വസ്ഥതകളും മാറ്റുന്ന ഒരു കാഴ്ചയാണ് യോഹന്നാൻ കണ്ടത്. നമ്മുടെ വിഷയം ടെൻഷനല്ലേ? എല്ലാ അസ്വസ്ഥതകളും മാറ്റുന്ന ഒരു കാഴ്ചയാണ് ക്രിസ്തുവിൽ യോഹന്നാൻ കണ്ടത്. നമ്മുടെ വിഷയം ടെൻഷനല്ലേ? അല്ലേ? എന്താ യോഹന്നാൻ കണ്ടത്? യോഹന്നാൻ അത് കണ്ട കാര്യം പറയും മുമ്പ് തന്നെ യോഹന്നാൻ ആമുഖം പറയും, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വിശ്വസിക്കണം. കാരണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എന്ന് പറഞ്ഞ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കണം. അതാണ് സംഭവം. അതാണ് യോഹന്നാൻ വന്ന് കാണാൻ പറഞ്ഞത്. എന്താ കണ്ടത്? കർത്താവ് എല്ലാ അസ്വസ്ഥതകളും മാറ്റുന്ന ക്രിസ്തുവിൻ്റെ അനുഭവ സാകല്യങ്ങളെയാണ് ഈ മനുഷ്യൻ്റെ അഭിഷേക വിധി പ്രകാരം മനസ്സിലാക്കുന്നത്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് വല്ലാത്തൊരു കാഴ്ചയായി. എല്ലാ അസ്വസ്ഥതകളെയും മാറ്റുന്ന യോഹന്നാൻ കുരിശിനെ ചുവട്ടി നിൽക്കാൻ കാരണം അതാണ്. എല്ലാവരും ഓടില്ലേ? പക്ഷേ യോഹന്നാൻ കുരിശിൻ്റെ ചുവട്ടി പിടിച്ചിരിക്കാനുള്ള കാരണം അതാണ്. കാര്യം ഇതിൻ്റെ അപ്പുറത്ത് എത്ര അസ്വസ്ഥത അത് കുരിശോളം തന്നെ വന്നാലും കൂട്ടായി വന്നാലും
അതിൻ്റെ അപ്പുറത്ത് കർത്താവ് വസിക്കുന്ന ഞങ്ങൾ കണ്ട ആത്മാവിൽ ദർശിച്ച ഒരു വാസസ്ഥലമുണ്ട്. അത് ആ ഒരു ബോധ്യമാണ് ശരിക്കും. അത് കൃപയുടെ മേഖലയാണ്. മനസ്സിലായില്ലേ? അതാണ് കൃപയുടെ മേഖല. ആ കൃപയുടെ മേഖലയിൽ നിന്ന് എൻ്റെ പിതാവ് നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന കാലം വരും, എങ്കിലും പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മെരിട്ടില്ലേ, ആ യോഗ്യത അത് ഡാമേജ് ആയി കഴിഞ്ഞപ്പോൾ ഈശോക്ക് കിട്ടിയത് എന്താണ്? ഈ വാസസ്ഥലത്തേക്കാണ് ഈശോ പ്രവേശിക്കുന്നത്. ഈ വിശ്രമ സ്ഥലത്തേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. എല്ലാ അസ്വസ്ഥതകളെയും ഭരിക്കുന്ന അവിടുന്ന് തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുമ്പോൾ ശ്രുതിക്കട്ടെ. വെളിപാടിൻ്റെ പുസ്തകം ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ഈ ഭൂമിയിൽ ശ്രുതിക്കട്ടെ. ഈ ഭൂമിയിലെൻ യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭൂമിയിലെൻ യാത്രയിൽ ദൈവകൃപയരുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് 21:4. വെളിപാട് 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അതായത് ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മുന്നാസ്വാദനം പോലെ ലഭിക്കുമെന്നാണ്. സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം ലഭിക്കാനുള്ള സാധ്യതയാണ് യോഹന്നാൻ്റെ എല്ലാ വെളിപാടുകളിലുമുള്ളത്. ഈ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കുന്ന അവസ്ഥയിൽ യോഹന്നാൻ ആദ്യമേ ചെന്ന് കണ്ട് അനുഭവിച്ചത്, കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത് ജീവൻ്റെ വചനം. എൻ്റെ മക്കളെ, വി ആർ towards Jesus in total. നമ്മൾ കർത്താവിൻ്റെ അനുഭവ സാകല്യങ്ങളിലേക്കാണ്. ദാറ്റ് മീൻസ് എന്താണ് ഇപ്പോൾ സുവിശേഷിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ ഓരോരോ സങ്കടങ്ങളും, സ്ഥലം വിൽക്കാത്തവരുണ്ട്, വഴിയില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, കല്യാണം ഒത്തുവരാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് നമ്മളുടെ ഇതാണ് സ്റ്റഫെന്ന് പറയണത്. നമുക്കിപ്പോൾ ഒരു തയ്യൽ, ഒരു ബ്ലൗസ് തയ്ക്കുക എന്ന് വെച്ചാൽ തയ്ക്കണമെങ്കിൽ തുണി വേണ്ടേ? തുണിക്ക് നമുക്ക് തയ്യൽ അറിയണം, പിന്നെ തുണി വേണം, പിന്നെ മെഷീൻ വേണം, കുറേ സംഭവങ്ങൾ വേണം. ഇതുപോലെ നമ്മളുടെ കയ്യിലുള്ളത് നമ്മുടെ സങ്കടങ്ങളും അവയുടെ കാരണങ്ങളുമാവുള്ളത്. പക്ഷേ ഇത് നമ്മളെ സങ്കടപ്പെടുത്തുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുമ്പോൾ സൈമൾട്ടേനിയസ് ദാറ്റ് വെരി ടൈം, ആ സമയത്ത് തന്നെ എൻ്റെ മക്കൾ ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെടാൻ പോകുന്ന എല്ലാവിധ കൃപയുടെ വലിയ അനുഭവ തലങ്ങളെക്കുറിച്ച് അതിലേക്ക് നമ്മൾ ഒരു വാതിൽ തുറന്ന് കിട്ടുകയാണ് നമുക്ക്. എന്ന് വെച്ചാൽ അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താ മനസ്സിലായോ? നിങ്ങൾ ഒരു പരീക്ഷയുടെ വിജയത്തെ മിനിമം പ്രോഗ്രാമായിട്ട് ക്രിസ്തുവിനെ റെഡ്യൂസ് ചെയ്യരുത്. നിങ്ങൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ചിലപ്പോൾ ഒരു കല്യാണം താമസിക്കാനൊക്കെ വിഷയം, പക്ഷെ ദൈവത്തിൻ്റെ വിഷയം അതല്ല, ക്രിസ്തു നിങ്ങൾക്ക് തരികയാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ കല്യാണം താമസിക്കുന്നതൊക്കെ നിങ്ങളുടെ വിഷയം, പക്ഷെ ദൈവത്തിൻ്റെ വിഷയം അതല്ല. ചിലപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം OET എഴുതിയിട്ടും തോറ്റതായിരിക്കും നിങ്ങളുടെ വിഷയം. ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഹിയറിങ് പോണതായിരിക്കും നിങ്ങളുടെ വിഷയം. ദൈവത്തിൻ്റെ വിഷയം അതല്ല. ദൈവത്തിൻ്റെ വിഷയം സ്ഥിരമായി നിങ്ങൾക്ക് ജീസസിന് നൽകുകയാണ്. അപ്പോൾ ദൈവിക ലക്ഷ്യങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യാതെ നിങ്ങളുടെ വിഷയം മാത്രം അഡ്രസ്സ് ചെയ്താൽ മിക്കവാറും നിങ്ങൾ മരണം വരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രശ്നം. അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾ ജീവിതത്തിന്റെ എന്ത് സമ്മർദ്ദം പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട്
അങ്ങേ കൂടെ അനുഭവിക്കാനുള്ള ദൈവപരിപാലനയുടെയും പദ്ധതിയുടെയും ഭാഗമായി ഇന്നത്തെ സംഘർഷത്തെ വിവേചിക്കാൻ ആവശ്യമായ ആത്മദാനങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ആത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുക. ജീവനുതുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുക. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിൽ എത്തോളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. കൈകൾ കൂപ്പി ഈശോയെ നോക്കുക. റീബ ഡെൻസിൻ്റെ സാക്ഷ്യം വീണ്ടും അടുത്ത ധ്യാനത്തിലെ അടുത്ത ഭാഗങ്ങൾ വരെ, അത് കാര്യം വളരെ നല്ല ഒരു സാക്ഷ്യമാണ്. നമ്മൾ കൃപയ്ക്ക് പേയ്മെൻറ്റ് നൽകണമെന്നും നമുക്ക് നൽകാൻ കഴിയുമെന്നും അങ്ങനെ പേയ്മെൻറ്റ് നൽകിയാൽ അപ്പം തന്നെ കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകുമെന്നും ഈ ഭൂമിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാക്ഷ്യമാണ് റീബ ഡെൻസിൻ്റെത്. അത് നമുക്ക് അടുത്ത ധ്യാനത്തിൽ നമുക്ക് കേൾക്കാം. എങ്ങനെയാണ് കൃപ ടാപ്പ് ചെയ്യുന്നത്. നിങ്ങൾ കൃപയുടെ ഒരു തണലിലാണ് ഇപ്പം നിൽക്കുന്നത്, കർത്തൃ തിരുസന്നിധിയിൽ. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഇവിടെ തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരും ഇപ്പോഴും രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദര രോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിന്റെ കൈകളെ കർത്താവിൻ്റെ കൈകളാക്കി നീ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മാറ്റണം. കർത്താവിൻ്റെ ആണിപ്പഴുതാർന്ന കൈകളാണ് നിന്റെ ഉദര രോഗത്തിൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നത്. നിന്റെ കൈകളെ ഉപയോഗിക്കുന്നുവെന്നുള്ള വലിയ വിശ്വാസം നിനക്കുണ്ടാകണം. ചിലപ്പോൾ ഉദരത്തിൽ സിസ്റ്റായിരിക്കും ഉള്ളത്, ഗർഭപാത്രത്തിൽ. ചിലപ്പോൾ PCOD രോഗമാകാം, ചിലപ്പോൾ കിഡ്നി രോഗമാണ് നിനക്കുള്ളത്. അതെല്ലാം ഇപ്പോഴും ഓർക്കണം. 10,000 മനുഷ്യർ സുഖപ്പെട്ട മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട 1000 സാക്ഷ്യം പറഞ്ഞ ഒരു
ദൈവ സാന്നിധ്യത്തിലാണ്, ഇടത്തിലാണ് നീ നിൽക്കുന്നത്. പ്രാർത്ഥനയിലെ കർത്താവേ, അങ്ങയുടെ മക്കൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണം. കുടല് ചുരുങ്ങിപ്പോയവരുണ്ട്, ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ട്, കുടൻ്റെ അകത്തുള്ള സ്ഥലങ്ങൾ വീണ്ടും മാറിയിട്ട് അൾസർ പിടിച്ചവരുണ്ട്. അവരെല്ലാം കർത്താവ് തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗർഭപാത്രം ചുരുങ്ങിപ്പോയവരുണ്ട്, ഗർഭപാത്രം വളരാത്തവരുണ്ട്, ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് കട്ടിയില്ലാത്തവരുണ്ട്. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ആണിപ്പെടുതാർന്ന് വലത് കരത്താൽ നീ സ്പർശിക്കണമേ. കർത്താവ്, ഇടിപ്പലിനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടിപ്പൽ ഇളകിയിരിക്കുകയും ഡിസ്ലൊക്കേറ്റ് ആകുകയും ചെയ്തതിൻ്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തവരുണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിലും വരാൻ പറ്റാത്തവർ. അവരുടെ ഇടിപ്പലിനെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിൽ സഭയുടെ അടയാളത്തിൽ ദൈവശക്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെല്ലാവരെയും പ്രതിഷീകരണത്തിന്റെ സാക്ഷികളായി സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ വിഷമത അനുഭവിക്കുന്നവരുണ്ട്, ശ്വാസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം കൊണ്ട് ശ്വാസകോശത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഹൃദയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ വാൽവുകൾ സൂക്ഷിച്ചു പോയവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, ഹൃദയത്തിൻ്റെ ഭിത്തികൾക്ക് ബലം കുറഞ്ഞവർ, ശ്വസിക്കാൻ പാടുപെടുന്നവർ, വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവർ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശ്വാസകോശത്തിൽ ആകമാനം കരളിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫാറ്റി ലിവറുള്ളവരെ, ലിവറിന് നീർക്കെട്ടുള്ളവരെ, ലിവറിന് ഇൻഫെക്ഷൻ ഉള്ളവരെ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ ആന്തരിക അവയവങ്ങളെയും കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, ഈശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ശിരസ്സുൾപ്പെടെ ശിരസ് രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശിരസ് സിസ്റ്റുള്ളവര്, ചെവി കേൾക്കാൻ പാടില്ലാത്തവര്, ചെവി കേൾവി കുറവുള്ളവര്, കണ്ണിന് കാഴ്ച മങ്ങി വരുന്നവര്, ടോൺസിലൈറ്റ് രോഗികള്, തൈറോയ്ഡ് രോഗികള്, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിരസ് സംബന്ധമായ എല്ലാ രോഗങ്ങളെയും കർത്താവേ ഇപ്പോൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്തം എൻ്റെ ശിരസിലേക്ക് തളിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, അരികിൽ വരേണേ സദയം. ആരാധനയിൽ ലോകം മുഴുവനും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സുഖമായി എൻ്റെ ഉള്ളം. ആരാധന. കൈകൾ സ്വസ്തിക പോലെ വെച്ച് നെഞ്ച് പൂട്ടി മുഴുവൻ ശരീരവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ വാദരോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള വാദരോഗങ്ങളെ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ, സൗഖ്യപ്പെടുത്തണമേ. അസ്ഥി രോഗങ്ങള്, അസ്ഥി ഉരുക്കമുള്ളവര്, വെള്ളപ്പോക്കിന്റെ അസുഖമുള്ളവര്, അസ്ഥി ശോഷിക്കുന്നവര്, അസ്ഥി കുഴകളിലെ മജ്ജ ഒലിച്ചു പോകുന്നവര്, അസ്ഥിക്കുള്ളിലെ മജ്ജകള് ശോഷിച്ചു പോകുന്നവര്, കർത്താവേ എല്ലാവരുടെ വേദനകളെയും ഞങ്ങളുടെ രോഗങ്ങളാണ് വേദനകളാണ് അവൻ വഹിച്ചു തന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം മക്കളില്ലാത്തവരെ വീണ്ടും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അലർജി രോഗികളാണ്. എപ്പിലെപ്സി രോഗികള്, ഓട്ടിസം രോഗികള്, അങ്ങനെ ന്യൂറോട്ടിക് ആയിട്ടുള്ള എല്ലാവിധ രോഗങ്ങളുടെ മേലും കർത്താവ് കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ തിരുമുറുവാർന്ന വലതുകരം എല്ലാ രോഗികളുടെ മേലും, ഉറക്കമില്ലാത്തവരുണ്ട് കർത്താവേ, പ്രഷർ വല്ലാതെ കയറുന്നവരുണ്ട് കർത്താവേ, ഷുഗർ കൂടുന്നവരുണ്ട് കർത്താവേ, എല്ലാ രോഗികളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രക്തം അവലേക്ക് തളിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ രക്തത്തിൽ തളിക്കപ്പെടട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ നീ യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ
സദയം തുടേണേ സുഖമായിടും എന്നെയുള്ളം. നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് കേട്ടോ. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, വെക്കാൻ പോകുന്ന വിഷയങ്ങൾ, പുതുക്കുമ്പോൾ വെക്കാനുള്ള വിഷയങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആരാധനയുടെ വലിയ തീഷ്ണമായ സമയത്ത് മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പറയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ, ഭാരങ്ങൾ നിങ്ങൾ സ്വകാര്യമായി കുടുംബത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അത് വെക്കുക, സമർപ്പിക്കുക. പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലിയില്ലാത്തവർ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, ബെനഡിക്ട് മാർപ്പാപ്പയുടെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. മറിയത്തിൻ്റെ മധ്യസ്ഥത ഈശോയുടെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിശ്വാസത്തിലെ പരീക്ഷണം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകളിലൊക്കെ പരാജയപ്പെട്ടിട്ട് നിരാശ പിടിച്ചിരിക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, അഡ്മിഷൻ ഇതുവരെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ അഡ്മിഷൻ ഇതുവരെ ശരിയാകാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, ലോൺ ശരിയായി വരാത്തവർ, ഗിഫ്റ്റ് നടപടി നേരിടുന്നവർ, അവരെയൊക്കെ പ്രത്യേകം ഓർക്കുന്ന സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും വേദന അനുഭവിക്കുന്നവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന ഈശോ 36 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ക്ലേശങ്ങളും എല്ലാ ദുരിതങ്ങളും വ്യഥകളും യേശുവിൻ്റെ നാമത്തിൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. സ്നേഹമേ ആരാധന
ആരാധന ആരാധന സ്നേഹമേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായ ദൈവത്തെ ഒന്ന് ചേർന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മുട്ടിൽ മേൽ നിൽക്കുക, പ്രാർത്ഥിക്കുക. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും